എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 30, 31, 32 ഈ 3 തിരുവചനങ്ങളെ പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് ധ്യാനിക്കുകയാണ്. കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊടുക്കട്ടെ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്ന ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികളുടെ പരിണിത ഫലമാണ് അനുഭവിക്കുന്നത് എന്നുള്ളൊരു വചനം അവിടെ കയറി വരുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വചനം. അപ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ അവൻ തന്നെയാണ് കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും പശ്ചാത്തപിക്കേണ്ടതും മാനസാന്തരപ്പെടും. അങ്ങനെ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുകയും ചെയ്യും. എസെക്കിയേൽ 18:20 വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. പലപ്പോഴും വലിയൊരു വചനം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ചിലർ ഉപയോഗിക്കും, ശാപങ്ങൾ എന്നൊരു വാക്ക് ഉപയോഗിക്കും. പൂർവികരുടെ തെറ്റിൻ്റെ ശാപം ആ കുടുംബത്തിനിരിക്കുന്നതിൻ്റെ പരിണിത ഫലം ഇങ്ങനെയൊക്കെയാണ്. അതായത് പിതാക്കന്മാരെ തെറ്റ് ചെയ്തു അതിൻ്റെ ശിക്ഷ മക്കൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അത് സഭ പറയുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതിൻ്റെ അർത്ഥം തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. അതായത് തിരുവചനത്തിൻ്റെ നിയമം അനുസരിച്ച് ഓരോരുത്തരും അവനവൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് അതാണ് അനുഭവിക്കുക. അപ്പോൾ അവൻ്റെ പാപമാണ് ഏറ്റു പറയേണ്ടത്. സഭ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി തിരുസഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ പൂർവികർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കണം. നമ്മളോടും പരിഹാരം ചെയ്തു. പക്ഷേ ഇതിൻ്റെ ശിക്ഷ അവൻ ചെയ്തതിന് ദൈവം എന്നെ ശിക്ഷിക്കുക എന്നൊരു തലമില്ല. ഓരോരുത്തരും അവനവൻ ചെയ്യുന്നതിൻ്റെ തെറ്റിൻ്റെ പരിണിത ഫലം അവനാണ് വരുന്നത് എന്ന് പറയും. ഒരുപക്ഷെ അതിൻ്റെ ചില സ്വഭാവങ്ങൾ, അതിൻ്റെ മറ്റു ചില രീതിയിൽ അതൊരു പക്ഷേ ഒരു ഉദാഹരണത്തിന് ഒരു വീട്ടിലെ അപ്പൻ മദ്യപിച്ച് ജീവിച്ചപ്പോൾ അവിടെയുള്ള സമ്പത്ത് മുഴുവൻ തീർന്നുപോയി. മക്കളായിട്ട് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ അപ്പൻ പാപത്തിൽ ജീവിച്ചതുകൊണ്ട് കുടുംബബന്ധം ഡിവോഴ്സായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഫലമായി വളർന്നു വരുന്ന ഒരു കുട്ടി, ആൺകുട്ടിയിലെ പെൺകൊച്ച്, ആ കുഞ്ഞിനുണ്ടാകുന്ന അതിൻ്റെതായ വേദനകളും പ്രയാസങ്ങളും വരും. അത് ദൈവശിക്ഷയല്ല, ഒരിക്കലും ദൈവശിക്ഷയല്ല.